ഹാലോ റോഡ്, ബാബാക് അൻവറി അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത് റോസ്മണ്ട് പൈക്ക്, മാത്യു റൈസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഒരു ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഇന്ന് ഈ സിനിമയെ കുറിച്ചാണ്, ഒപ്പം ഇതിന്റെ എൻഡിങ് എക്സ്പ്ലനേഷനും. ഒരു ദിവസം രാത്രി മധ്യവയസ്കരായ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നവരുടെ വീട്ടിൽ അവരുടെ മകളുടെ ഒരു കോൾ വരികയാണ്. തുടർന്ന് അവർ അവളെ സഹായിക്കാൻ വേണ്ടി മകളുടെ അടുത്തേക്ക് പോകാനായിട്ട് ഹാലോ റോഡിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഒരു മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഈ സിനിമ എന്ന് പറയാം. പടത്തിന്റെ ഒരു 90% ഈ ഒരു കാർ യാത്ര തന്നെയാണുള്ളത്. 2 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അവസാന സീനിൽ മാത്രമാണ് വേറെ ആരെങ്കിലും ഒന്ന് വരുന്നത്. അത് വെച്ച് ഇത്രയും എൻഗേജിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും ഒരു പടം ഒരുക്കി എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവ്. ഇവരുടെ ഈ സംഭാഷണങ്ങളിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുമ്പോട്ട് പറഞ്ഞു പോവുകയാണ്. ഒപ്പം നമ്മളെ ത്രില്ലടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പടത്തിന്റെ ലെങ്തും വളരെ കുറവായതും വലിയൊരു ആകർഷണ ഘടകമാണ്. അനാവശ്യമായിട്ടുള്ള ഒരു സീനും തന്നെ ഈ പടത്തിലില്ല. പടത്തിന്റെ തുടക്കത്തിൽ ഇവരുടെ വീടിന്റെ ഉള്ളിൽ ഒന്ന് പാൻ ചെയ്ത് കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതിലും തന്നെ ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെയൊക്കെ സ്വഭാവം എന്താണ്, അവസ്ഥ എന്താണ്, അവിടെ എന്താണ് നടന്നതെന്നൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കി തരാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ചെറിയ രീതിയിൽ കിളി പറത്തുകയും ചെയ്യുന്നുണ്ട്. പലരും ഇതിന്റെ എൻഡിങ് എക്സ്പ്ലനേഷൻ ഒക്കെ തപ്പിപ്പോകാനുള്ള സാധ്യതയും. പ്രധാന കഥാപാത്രങ്ങളായ മാഡി, ഭർത്താവ് ഫ്രാങ്ക് എന്നിവരായിട്ട് എത്തിയിരിക്കുന്നത് റോസ്മണ്ട് പൈക്ക്, നമ്മുടെ ഗോൺ ഗേൾ പുള്ളിക്കാരിയാണ്. അമ്മയായിട്ട് വന്നിരിക്കുന്നത് കിടുവാണ് പെർഫോമൻസ്. അതുപോലെ ഭർത്താവായിട്ട് വരുന്നത് മാത്യു റൈസ് ആണ്. പുള്ളി കാറിലിരുന്ന് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും നല്ല പെർഫോമൻസ് ആണ്. അവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഫോൺ കോൾ മാത്രം വെച്ചുകൊണ്ട് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് വേണം പടം മുഴുവൻ ഇവർ അഭിനയിക്കാനായിട്ട്. അത് കുറച്ച് പ്രയാസമാണ്. അത് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു മെയിൻ കഥാപാത്രം ഇവരുടെ മകളാണ് ആലീസ്. പുള്ളിക്കാരെ കാണിക്കുന്നില്ല, ഫോട്ടോ മാത്രമേ ഉള്ളൂ, പിന്നെ ശബ്ദമാണുള്ളത്. അതുപോലെ തന്നെ നായകന്റെയും നായികയുടെയും സാന്നിധ്യം വേറൊരു തരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതും കൊള്ളാമായിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു. ഒറ്റ സീൻ ഒഴിച്ച് പടം മുഴുവൻ രാത്രിയിലാണ് കഥ നടക്കുന്നത്. അതും ഭൂരിഭാഗം കാറിനുള്ളിലാണ്. അത് മടുപ്പിക്കാത്ത കാഴ്ചകളായിട്ട് ഒരുക്കിയതിന്റെ സിനിമാറ്റോഗ്രഫി കിറ്റ് ഫ്രൈസർ ആണ് ഇതിന്റെ DOP. നൈസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം വലിച്ചു നീട്ടാതെ വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഇതിന്റെ എഡിറ്റിംഗും കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് ഡിസൈനും നല്ലതാണ്. വില്യം ഗില്ലിസ് ആണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ കൂടുതലും സംഭാഷണങ്ങളായതുകൊണ്ട് നമ്മൾ ഫുൾ ഡയലോഗ് നന്നായിട്ട് ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കണം. അത് കുറച്ചൊരു ടയറിംഗ് പ്രോസസ് ആണെന്ന് പറയാം. സോ പടം കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ് ടൈറ്റിൽ കൂടി വെച്ചിട്ട് വേണം സിനിമ കാണാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം മനസ്സിലാവുകയില്ല. ഞാൻ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ചിട്ടാണ് കണ്ടത്. മലയാളം സബ് ടൈറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. പിന്നെ ഇതിന്റെ ക്ലൈമാക്സിലെ സംഭവങ്ങൾ ചിലർക്കൊരു മിക്സഡ് ഫീൽ സമ്മാനിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഓർക്കുക. സോ മൊത്തത്തിൽ ഒരു നല്ല സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഹാലോ റോഡ്. എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. സോ ത്രില്ലർ പ്രേമികൾക്ക് ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടു നോക്കുക. പടം ഡീറ്റെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ മെയിൻ പ്ലാറ്റ്ഫോമുകളിലൊന്നും തൽക്കാലമില്ല. എനിക്ക് തോന്നുന്നു ഉടനെ ആമസോൺ പ്രൈം വീഡിയോയിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും. അത് ഓർക്കുക. 1 മണിക്കൂർ 20 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. അതിൽ തന്നെ ലാസ്റ്റ് 10 മിനിറ്റ് ടൈറ്റിലാണ്. സോ ശരിക്കും ഒരു മണിക്കൂർ 10 മിനിറ്റ് ദൈർഘ്യമുള്ളൂ എന്ന് പറയാം. 18+ ഒന്നും അല്ല, എല്ലാവർക്കും കാണാം. ഇനി ഈ പടത്തിന്റെ എൻഡിങ് എക്സ്പ്ലനേഷൻ ആണ്. അത് എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ പറയുകയാണ്. സോ ഇനി അങ്ങോട്ടുള്ള ഭാഗം പടം കണ്ടവർ മാത്രം കാണുക. സ്പോയിലേഴ്സ് അഹെഡ്. ശരിക്കും ഈ സിനിമ പറയുന്നത് തെറ്റായ പേരന്റിങ്ങിനെ കുറിച്ചാണ്. വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു അച്ഛൻ, അത് മകളുടെ പെട്ടെന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി തെറ്റായ മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന ഒരാളാണ്. പിന്നെ ഇയാളുടെ ഈ ഒരു സ്വഭാവം കൊണ്ടായിരിക്കും പലപ്പോഴും നുണകൾ പറയേണ്ടി വരുന്ന, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു അമ്മയാണുള്ളത്. മകള് ഡ്രഗ് യൂസ് ചെയ്തിരുന്നതും അതുപോലെ അമ്മയുടെ കൈപ്പിഴ മൂലം ജോലി നഷ്ടമായത് ഒന്നും അവർ ഭർത്താവിനോട് പറയുന്നില്ല. അവസാന നിമിഷത്തിലാണ് മകൾക്കുണ്ടായ തെറ്റുകളുടെ ഒരു ഉത്തരവാദിത്തം അവൾ തന്നെ ഏറ്റെടുക്കണമെന്ന ബോധമൊക്കെ അവർക്കും ഉണ്ടാവുന്നത്. അവരുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് അവർ കമ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. സോ രണ്ടുപേരും കണക്കാണെന്ന് പറയാം. ഇതിലെ റോഡ് തന്നെ ഒരു മതിഭ്രമത്തിന്റെ അല്ലെങ്കിൽ ഒരു മെയ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പുറത്ത് കടക്കാൻ ബുദ്ധിമുട്ടുള്ള, കുഴപ്പിച്ചിട്ടുള്ള ഒരു വഴി. അത് സൂചിപ്പിക്കുന്നത് ഇവരുടെ തെറ്റായ പേരന്റിംഗിൽ കുടുങ്ങിക്കിടക്കുന്ന മകളെയാണ്. വഴിയറിയാതെ ഉഴലുകയാണെന്നൊക്കെ പറയില്ലേ. ഇതുപോലെ ഒരു സ്ഥലത്ത് ഇത്രയും പാതിരാത്രിയിൽ എന്തിനു മകൾ വന്നു എന്ന് മാഡി ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛന്റെയും അമ്മയുടെയും ഈ ടോക്സിക് പാരന്റിംഗ് മൂലം അത് മടുത്ത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഡ്രഗ്സ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും ആയിരിക്കാം അവൾ ആ സ്ഥലത്തെത്തിയത്. താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാനാവാതെ അതിനെ നശിപ്പിക്കണമെന്ന് നിർബന്ധിച്ച മാതാപിതാക്കളാണ്. അമ്മയാകാനുള്ള പ്രായം നിനക്കില്ല, ഇപ്പോൾ അമ്മയാകുന്നത് തെറ്റായ തീരുമാനമാണ്, തങ്ങൾക്കും ചെറുപ്പത്തിലെ കുട്ടി ഉണ്ടായതാണെന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം താൻ അവർക്ക് സംഭവിച്ച തെറ്റായ തീരുമാനമാണെന്ന ബോധം കൂടി ഉണ്ടായ ആലീസ് അവരോട് വഴക്കിടുകയായിരുന്നു. തുടർന്നാണ് രാത്രി അവരറിയാതെ അവള് വീട് വിട്ടുപോയത്. അവള് ഡ്രഗ്
യൂസ് ചെയ്ത് വണ്ടി ഓടിച്ച് ഒരു കുഴിയിൽ വീഴുകയായിരിക്കും മിക്കവാറും. അവിടെ എണീറ്റിട്ട് അവൾ അവരെ ഫോൺ വിളിച്ചുകൊണ്ട് റോഡിൽ കയറുമ്പോൾ അതുവഴി വന്ന് വേറെ ഏതെങ്കിലും വണ്ടി ഇടിക്കുന്നു. ആ വണ്ടിക്കാർ അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് മുങ്ങുന്നു. അങ്ങനെ അവൾ മരിച്ചു പോകുന്നു. അതാണ് ശരിക്കും പിന്നീട് നടന്നത്. അതായത് ആ ഒരു കോൾ അല്ലാതെ അവൾ പിന്നെ അവരെ വിളിച്ചിട്ടില്ല. തങ്ങളോട് വഴക്കിട്ട് രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മകൾക്ക് ആക്സിഡന്റ് ആയ ആ ഒരു പശ്ചാത്താപവും കുറ്റബോധവും കൊണ്ടാണ് ഇവർ അച്ഛനും അമ്മയ്ക്കും ഫോൺ കോളിൽ മകൾ വിളിച്ച സംഭവങ്ങളൊക്കെ പിന്നീട് ഇവർ ഇമാജിൻ ചെയ്യുന്നത്. ഈ കോള് മൊത്തം ഇവരുടെ തോന്നലുകളായിരുന്നു. മിക്കവാറും അമ്മ മാഡിയുടെ തോന്നലുകളാണ് എന്ന് പറയാം. അവര് ഡിപ്രഷനുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് എന്നതിന് തുടക്കത്തിൽ കുറച്ച് സൂചന തരുന്നുണ്ട്. അതുപോലെ അപ്പുറത്ത് ഫോൺ എടുക്കുന്ന ആ നിഗൂഢയായിട്ടുള്ള സ്ത്രീ ശരിക്കും മാഡിയുടെ തന്നെ ശബ്ദമാണ്. സത്യത്തിൽ അവളുടെ കുറ്റബോധത്തിന്റെ മറ്റൊരു രൂപമാണ് അത് എന്ന് പറയാം. ശരിയായിട്ട് വളർത്താൻ നിനക്ക് സാധിച്ചില്ലതുകൊണ്ട് ഞാൻ തിരിച്ചെടുക്കുകയാണ് എന്ന രീതിയിൽ മാഡി പറയുന്നുണ്ട്. മരിച്ചുപോയ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ഓർത്തിട്ട് അവൾക്ക് വിഷമം തോന്നുമെന്ന്. അത് അവർക്ക് അവരെ കുറിച്ച് തന്നെയുള്ള ഒരു സങ്കടമാണ്. അവരുടെ തെറ്റുകൊണ്ട് മകൾ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖം. ഈ ഒരു പശ്ചാത്താപത്തിന്റെ ദുർഘടമായ വഴിയിലൂടെയുള്ള യാത്രയായിരുന്നു പിന്നീട് ഈ സിനിമയിൽ നമ്മൾ കണ്ടത് മുഴുവൻ. അവരുടെ ഹാലൂസിനേഷൻ. അത്രയേ ഉള്ളൂ. ഇതാണ് പടത്തിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങൾക്ക് തോന്നിയ എക്സ്പ്ലനേഷൻ അതും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരി.